നിർത്താം. ടൂറിസം വകുപ്പ്, കേരള സർക്കാർ. സാറേ, കാർ കയറാൻ വരട്ടെ. ഈ നിധിപ്പൊതി ഇവിടെ ഇട്ടിട്ട് സാർ എങ്ങോട്ടാ? ഹെൽത്ത് ക്ലബിലേക്ക്. ശാന്തേടത്തിയെ ഊപ്പര് തടി നന്നാക്കാൻ പോവാണെന്ന്. പോയിക്കോട്ടല്ലേ. ട്രൗസർ വിട്ട് പടി നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഈ ഏത് ഞെളിയ പറമ്പിലേക്കായാലും വേണ്ടിയില്ല. പോകുന്നതിന് മുമ്പ് നാട്ടുകാർക്ക് മണക്കാൻ താൻ കൊണ്ടിട്ട ഈ സമ്മാനപ്പതി ഉണ്ടല്ലോ, ഇതെടുത്ത് തന്റെ ഈ കിണ്ടിയിലേക്കോ ഞങ്ങളുടെ ഈ വണ്ടിയിലേക്കോ വെക്കണം. ഇതൊക്കെ പറയാൻ നിങ്ങളാരാ? എന്ത് ഞങ്ങൾ ആരാണെന്നോ? സുഹറേ ഒന്ന് പറഞ്ഞു വെക്കട്ടെ. നിങ്ങളൊക്കെ അന്തി പുലരോളം തിന്നു തുപ്പുന്ന രാവിലെ കാണാൻ ഇഷ്ടമില്ലാത്ത വേസ്റ്റ് ഇല്ലേ, അത് കോരാൻ നടക്കുന്ന പെണ്ണുങ്ങളാ. എന്തേ മനസ്സിലായോ? ഇവിടെ നിന്ന് മാഞ്ഞാലും പറയാതെ വേഗം ആ പൊതി എടുത്ത് പറഞ്ഞ പോലെ ചെയ്യാൻ നോക്ക് സാറേ. ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് ഇവിടെ വേണ്ടില്ലേ? എന്തൊരു നാറ്റം! ഈ ഹമുക്കുകളൊക്കെ എന്ത് തിന്ന് കൂട്ടാണ് റബ്ബേ. വണ്ടിയോട് വണ്ടിയോട്. നോക്കട്ടെ. ഹായ്, എന്ത് രസ അങ്കിൾ. എനിക്കും കൂടി പഠിപ്പിച്ചു തരൂ ചിത്രം വരയ്ക്കാൻ? പിന്നെന്താ, പഠിപ്പിച്ചു തരാലോ. അതിരിക്കട്ടെ, എന്റെ പൊന്നുമക്കൾക്ക് പഠിച്ചു വലുതായിട്ട് ആരൊക്കെയാവണമെന്ന് ആഗ്രഹം? എനിക്ക് നല്ലൊരു പാട്ടുകാരി ആവണം. എന്നിട്ട് TV പോയി പാടണം. പാടിക്കഴിഞ്ഞാൽ നല്ലൊരു വീട് കിട്ടുമല്ലോ. റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാനുള്ള പരിപാടിയാണല്ലേ, തരക്കേടില്ല. ആട്ടെ, ചിന്നുനോ? എനിക്ക് ടീച്ചർ ആവണം. അങ്കിളിന് ആരാവാനായിരുന്നു ആഗ്രഹം? പേരും പെരുമയുള്ള ഒരു ചിത്രകാരൻ. എന്നിട്ടായതോ ചുമര് കുമ്മായം പൂശുന്ന ഒരു പണിക്കാരൻ. എന്നാ അതെങ്കിലും എടുത്ത് ജീവിക്കാൻ സമ്മതിച്ചോ ദൈവം തമ്പുരാൻ? അതുമില്ല, എടുത്ത് താഴെയിട്ടു. പിന്നെ ആഗ്രഹിക്കണം നമ്മള്, പക്ഷേ തീരുമാനം ദൈവത്തിന്റെയാ. ആ മക്കളെ, കെട്ടിപ്പിടുത്തൊന്നും വേണ്ട, ആകെ വേർതിരിക്കുക. ചന്ദ്രേട്ടനെ വെറുപ്പിച്ചോ രണ്ടും കൂടി? ഏയ്, ഞാൻ അവരെ വെറുപ്പിക്കാൻ പരമാവധി നോക്കി, നടന്നില്ല. ചന്ദ്രേട്ടാ, ഞാൻ കയ്യും കാലും പോകാൻ വേഗം വരാം. മോളെ, ആയുർവേദം തുടങ്ങിയ ശേഷം ഇപ്പൊ എങ്ങനെയുണ്ട് ചന്ദ്ര? മാറ്റെന്ന് പറയാൻ എന്താ ശാന്തെടുത്തി? ഈശ്വരൻ കിടത്താൻ ഉദ്ദേശിച്ച പിന്നെ നമ്മൾ നടക്കാൻ ക്ഷണിച്ചിട്ട് കാര്യമുണ്ടോ? അങ്ങനെയൊന്നും പറയല്ലേ മോനെ. എണീറ്റ് നടക്കാഞ്ഞാൽ ആവുമോ നമുക്ക്? ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്ക്. ഒന്നിനു മാത്രം പോകുന്ന ഒരു മോനുണ്ടായിട്ട് എന്താ കാര്യം? അവനെയും കെട്ടികളെ എച്ചിലെടുത്ത് പോറ്റേണ്ട ഗതികേടല്ലേ വയസ്സുകാലത്ത് എനിക്ക്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇവർക്ക് നാളെ പരീക്ഷയുള്ളതാ. രാജി കുറച്ചു കഴിയുമ്പോഴേക്കും വീട്ടിലെത്തും. അവൾ അവിടെ വന്ന ഇടയ്ക്ക് രണ്ടക്ഷരം പറഞ്ഞു കൊടുക്കുന്നോണ്ടാ ഇവര് രക്ഷപ്പെട്ടു പോകുന്നത്. സുഹറ, ഞാൻ ഇറങ്ങണേ. ആരത്? നിങ്ങളെ മോൻ ബിജുവിനെ തെരഞ്ഞ് പോലീസുകാർ വീട്ടിൽ വന്നിട്ടുണ്ട്. എന്റെ ഈശ്വര, ബേജാറാവല്ലേ ശാന്തെടുത്തിയെ? എന്തെങ്കിലും ചെറിയ കാര്യാവോ? കാര്യം ചെറുതായാലും വലുതായാലും പോലീസല്ലേ വന്നത്? കണ്ടവരോട് കാശ് കടം വാങ്ങിയ അത് തിരിച്ചു കൊടുക്കണമെന്ന് പോലീസ് വന്ന് ഉണർത്തിക്കണോ സാറിനെ? വെറും കടല്ല, പലിശക്ക. അതിന് ചെക്ക് മുദ്ര പേപ്പറൊക്കെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് സാർ. ഓന്റെ ഉമ്മാന്റെ ചെക്ക് ബാങ്കിൽ ഒരു ഒറ്റ ഉറപ്പില്ലാത്ത നിന്റെ ചെക്ക് എന്തിനാണോ? കുറിച്ചിന്നാനോ? പറഞ്ഞ ഡേറ്റ് ഒക്കെ തെറ്റിച്ച് വിളിച്ചാ ഫോൺ എടുക്കൂല. ഫ്രോഡ്. സാർ എങ്ങനെയെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരണം, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ തീരുമാനം ഉണ്ടാക്കും. എന്നാ പിന്നെ തനിക്ക് നേരത്തെ ഉണ്ടാക്കായിരുന്നില്ലേ? ഓഫ് സൈഡ് കയറി കളിക്കല്ലേ. വാ, വന്ന് വണ്ടി കയറ്, നമുക്ക് അവിടെ തീർക്കാം. വാ. എന്റെ പൊന്നെ സാറേ, അവനെ ഒന്നും ചെയ്യല്ലേ. അവൻ വെറും പാവോ. കണ്ടവരോട് കടം മേടിച്ച് മുങ്ങി നടക്കുന്ന ഇവനെ പിന്നെ എന്ത് ചെയ്യണം? ദയവ് ഇത് അവനെ ഉപദ്രവിക്കരുത്. ഇതിലിടപെടാൻ നിങ്ങൾക്ക് ആരാ? ഉള്ള കഷ്ടപ്പാടും കണ്ണീരും പങ്കിട്ട് ഒരു കുടുംബം പോലെ കഴിയുന്നവരാ ഞങ്ങള്. പട്ടിണി മാറ്റാൻ പെടാപ്പാട് പെടുന്ന കുടുംബശ്രീ പ്രവർത്തകര്. ഓ, അങ്ങാടി പെണ്ണുങ്ങള്. അങ്ങാടി പെണ്ണുങ്ങളാണ് നിങ്ങൾ പറയുന്നത് സാർ. ഈ പട്ടണത്തിലെ ഓരോ വീടും വൃത്തിയാക്കുന്ന പെണ്ണുങ്ങളാ. അത് ഞങ്ങൾക്കൊരു അന്തസ്സാ. നിർത്ത്. വാടാ, ഒന്ന് വണ്ടി കയറ്. സാറേ, ഒന്ന് നിൽക്ക. ഇവർക്ക് കൊടുക്കാനുള്ള കാശ് ഒരൊറ്റ ആഴ്ച ഞങ്ങൾ അത് കൊടുത്തു തീർക്കും. അതിനെന്താ ഉറപ്പ്? ഞങ്ങൾ ഇടപെട്ട സ്ഥിതിക്ക് വാക്ക് മാറില്ല, തന്നിരിക്കും. ശരി, ഇന്ന് ചൊവ്വാഴ്ച, അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് പൈസ കിട്ടിക്കോളണം. അല്ലെങ്കിൽ അറിയാലോ. ഞാൻ എത്ര കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയതാ നിന്നെ. നിന്റെ കണ്ണൊന്ന് അടഞ്ഞു പോയാ നീ നിന്റെ ഈ കുട്ടികളും കെട്ടികളും എങ്ങനെ ജീവിക്കടാ? മടുത്തു. ഞാൻ ഉപദേശിച്ചും പറഞ്ഞു മടുത്തു. നിക്ക്, ഈ തണ്ടും തടിയുള്ള നിനക്ക് എന്തെങ്കിലും ഒരു പണിക്ക് പോയി ഈ കുടുംബം നോക്കിക്കൂടെ? എത്ര കാലാന്ന് വെച്ചിട്ടാ പണവും വാങ്ങി കള്ളു കുടിച്ച് ചീട്ടും കളിച്ച് ഉപദേശിക്കാൻ ഇറങ്ങിയതാ. ഇതൊക്കെ കുറെ കാലായിട്ട് കേൾക്കുന്നതാ. പുതിയ എന്തെങ്കിലും പറ, കേൾക്കാം. സ്വന്തം അമ്മയും കെട്ടിയോളി മക്കളെയും കഷ്ടപ്പെടുത്തി ലക്കും ലകാലും ജീവിക്കുന്ന നിനക്ക് എന്ത് പുതിയ വേദാന്താ കേൾക്കേണ്ടത്?
ചെവിക്കുറ്റി അടിച്ച് പൊട്ടിക്കാ വേണ്ടത്. എടി സുഹറ, എടി സുഹറയല്ല, സുഹറ. നാടിനും വീടിനും ഗുണമില്ലാതെ ആണാന്നും പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ നിന്നെ പോലെ കുറെ അസത്തുകൾ ഈ നാട്ടില്. കൂട്ടത്തോടെ തല്ലി കൊല്ലിയാ വേണ്ടത്. ഈ കണ്ണീരല്ല വേണ്ടത്, പെണ്ണായി നിൽക്കണം. ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ. അല്ല, ഇതിപ്പോ പഠിക്കാന്നോ അതോ പഠിക്കാന്ന് കാണിക്കാൻ വേണ്ടി പഠിക്കാന്നോ? ഞങ്ങൾ നല്ലോണം പഠിക്കുന്നുണ്ട് രാജേച്ചി. പഠിക്കണം, നല്ലോണം പഠിക്കണം. അറിയാലോ, പെൺകുട്ടികളാ. പഠിക്കേണ്ട സമയത്ത് നല്ലോണം പഠിച്ചില്ലെങ്കിലേ അമ്മയെ ഞാനും ഒക്കെ കഷ്ടപ്പെടുന്ന പോലെ കഷ്ടപ്പെടേണ്ടി വരും കേട്ടോ. വായിക്ക്. പുതിയ കുട പള്ളിക്കുട. ഏയ്, പള്ളിക്കുടയല്ല, പുള്ളിക്കുട. വായിക്ക്. രാജി, നീ വരുമ്പോ മാത്രം പുസ്തകം ഒന്ന് തുറക്കും, ആ. അല്ലെങ്കിൽ ടിവിയുടെ മുമ്പിലാ. നല്ല പഠിത്തക്കാരാ. ആരാ അവിടെ നിന്ന് ഇരുട്ട് തൊളിച്ചു നിൽക്കാതെ വിളിച്ചിട്ട് വാടാ. അല്ലടി, നീ ഇവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ വന്നതോ അതോ ലവിന്റെ പരീക്ഷ എഴുതാൻ വന്നതോ? ഞാനൊന്ന് അങ്ങോട്ട് കയറിക്കോട്ടെ, വെട്ടരുതന്നെ. ആൺതുണയില്ലാത്ത വീടാ. ഒരു കൊടുവാള് ഞാൻ എപ്പോഴും കരുതി വെക്കാറുണ്ട്. വാ വാടി. ആ, മക്കള് പോയി കിടന്നു. ഇന്ന് പഠിച്ചത് മതി. ഹായ്. നാളെ 5 മണിക്ക് എണീറ്റ് പഠിക്കണം. ആ. ഈ അന്തിക്കാഴ്ചകളൊക്കെ അവസാന അപകടത്തിലേക്ക് ആവരുത് കേട്ടോ. ഇല്ല ചേച്ചി, ഒരിക്കലും ഇല്ല. ഞങ്ങള് ഒരുമിച്ച് തന്നെ ജീവിക്കും. ഒന്നും മിണ്ടിയും പറഞ്ഞ് കുറച്ചു നേരം അത്രേ വിചാരിച്ചിട്ടുള്ളൂ. ഞാനാ പറഞ്ഞ ഇവിടെ കാണൂന്ന്. തെറ്റായോ? തെറ്റ് നമ്മൾ ചെയ്യാതിരുന്നാ മതി. സ്നേഹമുള്ള ഒരാള് എന്നും കൂടെ ഉണ്ടാവുക, അതിനും വേണം ഒരു ഭാഗ്യം. എനിക്കതുണ്ടായിരുന്നു. ജീവിച്ചു തുടങ്ങുന്നതിന് മുമ്പേ തട്ടിപ്പറിച്ചു കൊണ്ടുപോയി ഈശ്വരൻ. ഒന്ന് മിണ്ടി പറയാൻ വിചാരിച്ച നിങ്ങളെ ഞാൻ എണ്ണി പറഞ്ഞു വെറുപ്പിച്ചു അല്ലേ? നടക്കട്ടെ. ദേ, മിണ്ടിപ്പറച്ചിൽ മാത്രമേ ഉള്ളൂ, അതും ദൈവിടെ ഇരുന്നിട്ട്. സമ്മതിച്ചു ഹെഡ്മാഷേ. പിന്നെ എന്റെ ശ്രദ്ധ ഇവിടെ ഉണ്ടാവും. ഗിരിചേച്ചി, എന്താ അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞത്? കാണാൻ വേണ്ടി. എന്ത്? നിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി. വിട്. ഇത്തരം നമ്പറൊന്നും വേണ്ടട്ടോ മോനെ. ഓ, വേണ്ടെങ്കിൽ വേണ്ട. നിന്നെ ഇഷ്ടമില്ലാത്തോണ്ടോ വിശ്വാസം ഇല്ലാത്തോണ്ടോ അല്ല, ഈ ഇഷ്ടം എന്നും ഉണ്ടാവണേന്നുള്ള പ്രാർത്ഥന ഉണ്ട്. നിന്റെ പ്രാർത്ഥന എന്റെ ജീവിതത്തിൽ വഴിത്തിരിവ് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ഇന്നും ആരോ നീട്ടിത്തരുന്ന കാശും വാങ്ങി കണ്ടവന്റെ കൈയും കാലും വെട്ടിയും ജീവിതാർത്ഥെടുത്തും ആർക്കും വേണ്ടാത്തൊരു ജീവിതമായി പോവായിരുന്നുണ്ടത്. വലിയ വലിയ മോഹങ്ങളൊന്നുമില്ല. ഇപ്പൊ ഈ പ്ലംബിംഗ് പണിയിലൂടെ കിട്ടുന്ന കാശുണ്ട് ഒരു കൊച്ചു വീട്, അതിനുള്ളിൽ നീയും ഞാനും, പിന്നെ നമ്മുടെ സ്വപ്നങ്ങൾ. ഇത്രയൊക്കെ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷേ രാമകൃഷ്ണേട്ടൻ ചേച്ചിയുടെ ഭർത്താവായിട്ടല്ല, എന്റെ ഏട്ടനായിട്ടേ കണ്ടിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ഈ ബന്ധം അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമല്ലെന്ന് നിനക്കറിയാലോ. അയാൾ ഇപ്പോഴും എന്നെ ഒരു പോലീസുകാരന്റെ കണ്ണിലൂടെ നോക്കിക്കാണുന്നതിന്റെ കുഴപ്പത്. അതിന് അയാളെ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ നമുക്ക്. എല്ലാം നേരെയാവുന്നേ, ഇല്ലെങ്കിൽ നേരെയാക്കണം. എല്ലാ കുറ്റങ്ങളും കുറവുകളും അറിഞ്ഞ് സ്നേഹിക്കുന്ന മനസ്സുകളെ ദൈവം കൈവിടില്ല. എന്താ ഷബീറെ? എടാ, നീ എത്രയും പെട്ടെന്ന് ബീച്ചിലെ ലോറി തെരുവിൽ എത്തണം. എന്താ കാര്യം? അതൊക്കെ ഇവിടെ വന്നിട്ട് പറയാം. എന്താ? ഏയ്, ഒന്നുമില്ല. ഒരു കോള് വന്നിട്ടുണ്ട്. 10:45 കിട്ടുന്ന കാര്യ. ഈ എവിടെടാ? അന്നെ വിളിച്ചിട്ട് കിട്ടണ്ടേ? ബാംഗ്ലൂരിൽ നിന്ന് ഒരു കുഴൽപ്പണപ്പതി വരുന്നുണ്ട്. ഒറ്റുകാര് വിളിച്ചു പറഞ്ഞതാ. ഇവര് 3 പോയി പണിയും തീർത്ത് പൈസയും കൊണ്ടുവരും. ഒരു ചെങ്ങായി എന്നുള്ള എനക്ക് അണക്കെന്തേ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഈ ആവുമ്പോ എനിക്കൊരു ധൈര്യമുണ്ട്. ഞാൻ ഇറങ്ങണ്ടല്ലോ. എന്തേ ഷബീറെ, ഞാനില്ല ഇതിനൊന്നും. ഇപ്പൊ ഞാൻ ചെയ്യുന്ന പ്ലംബിംഗ് പണി അത് മതി എനിക്ക്. ആ എച്ചിലെടുക്കുന്ന പെണ്ണ് തലേ കയറിയപ്പോ നിനക്ക് പ്രാന്തായല്ലേ? അതെ, ഇത് കാമപ്രാന്താ.
കുറച്ചു ദിവസം കഴിയുമ്പോ അങ്ങ് മടുക്കും. വന്നിട്ടുണ്ട് നിങ്ങളുടെ ഈ പണിക്കൊക്കെ കുഴൽപ്പണം കൊട്ടേഷൻ. ഇനി ഞാനില്ല ഒന്നിനും. ഉള്ള സന്തോഷം ചെറുതാണെങ്കിലും അത് മതി എനിക്ക്. മണി, ഇതാണ് നിന്റെ തീരുമാനമെങ്കിൽ എന്നെ ഞാൻ വിളിച്ചിട്ടുമില്ല, ഈ ഇവിടെ വന്നിട്ടുമില്ല. വിട്ടോ വിട്ടോ. വേസ്റ്റ് ഗേറ്റിന് പുറത്ത് വെച്ചിട്ടുണ്ട്. ആ അതെടുത്തോ, വക്കീലിനെ ഒന്ന് കാണാനാ. ആ ഇപ്പൊ വിളിക്കാം. മഹേശ്വരി, മഹേശ്വരി. ഗിരിജയോ എന്തേ? എനിക്ക് വക്കീലിന്റെ ഒരു സഹായം. എന്താ കേസ്? കേസും കൂട്ടൊന്നുമല്ല, ഞങ്ങളുടെ ശാന്തയെടുത്തിയുടെ ചെറിയൊരു പ്രശ്നം. ആ ബിജു ആരടുത്തുനിന്നോ പലിശയ്ക്ക് പണം വാങ്ങി ആകെ കുഴപ്പത്തിലായിരിക്കുക. ഇന്ന് കൊടുക്കാന്ന് ഏറ്റിരിക്കുക ഞങ്ങള്. ഒരു 10,000 ഉറുപ്പ്യ തന്ന് സഹായിച്ച 1-2 മാസം കൊണ്ട് ഞങ്ങള് തന്ന് തീർത്തോളാം. അയ്യോ, എന്താപ്പ ഞാൻ പറയാ, കയ്യിലിപ്പോ പെട്ടെന്നായതുകൊണ്ടാ. കുഴപ്പമില്ല, എന്നാ ചെല്ലട്ടെ. അതെ, ഇത് ബാങ്കിൽ വെച്ച് തൽക്കാലം കാര്യം നടത്ത്. അയ്യോ, അത് വേണ്ട. ഇങ്ങനെ ഒരു മനസ്സുണ്ടല്ലോ, അത് മതി. ഞങ്ങള് ഒന്നും കൂടി ഒന്ന് ഓടിപ്പാഞ്ഞ് നോക്കട്ടെ. ആരാ? അഷ്റഫ്ക്കാണുപ്പാ. ആ എത്തിയോ? നട്ടപ്പാരക്കെങ്കിലും വന്ന് കേറിയല്ലോ എന്റെ പുന്നാര മോയ്. അല്ലടോ ചങ്ങായി, എന്നെ ഒന്ന് പകൽ വിളിച്ചിട്ട് കാണാൻ പൂതിയായി തുടങ്ങി. ഓരോ പണിത്തിരക്കുണ്ടല്ലോ ഉപ്പ. എന്റെ ഉപ്പാന്റെ ആശയം പൂതിയൊക്കെ ഞാൻ തീർത്തിരുന്നുണ്ട്. പോരെ? എന്നാ എനിക്കൊരു പെണ്ണ് കെട്ടിച്ചുണ്ടോ? അതിന് ഈ കോയാനെ കിട്ടൂലെന്ന് എന്റെ ഉമ്മ മരിച്ച കാലം തൊട്ട് എനിക്കറിയില്ലേ. വേണ്ടത് നല്ലൊരു മീൻകൂട്ടാൻ കൂട്ടി ചോർന്നുമ്പം ഈ ഇല്ലെങ്കിൽ അതിനൊരു രസവും ഇല്ലൊരു ചങ്ങായി. ബാങ്കിൽ പൈസ ഉണ്ടോ? പിന്നെ എന്നും മേശപ്പുറത്ത് ബിരിയാണി അല്ലേ, നമുക്കിരുന്ന് അങ്ങോട്ട് തിന്നൂടെന്ന്. അങ്ങനെ എന്നും ബിരിയാണി തിരിച്ച് ഈ നമ്മളെ കൊല്ലാൻ നോക്കണ്ട. ഒന്നും തിന്നാൻ കൊടുക്കണ്ടോ? അതെന്നെ മേശപ്പുറത്ത് വിളമ്പി വെക്കണല്ലേ ഉപ്പാ, ആളെത്താഞ്ഞിട്ടല്ലേ. തിരക്ക് ഏതാ എന്തിനാന്നറിയാത്ത തിക്കും തിരക്കും മനുഷ്യന്മാർക്ക്. ഞാനും കൊറേ തിരക്കനാണ്ടു. എന്നാ നിങ്ങളായിക്കോളി. ചെലി ചെലി ചെലി. ഹലാ, അല്ല എന്തെങ്കിലും കഴിക്കണ്ട നിങ്ങക്ക്? ഞാൻ കഴിച്ചതാ, നീ കഴിച്ചില്ലേ? ഇല്ല. ഇതെന്താ ഇത്? കുറച്ച് പൈസയാണ്, ഒരു സ്ഥലത്ത് എത്തിക്കാനുള്ളതാ. ഇപ്പൊ തന്നെ പുറപ്പെടണം. കുട്ടികളെ പോറ്റണ്ടോ? ഇതൊക്കെ എനിക്ക് പേടിയാവണുണ്ട്. ഇങ്ങനെ പേടിച്ചാ ജീവിതം അങ്ങോട്ട് മുന്നോട്ട് നീങ്ങൂല. എന്റെ സീനത്തെ 2 ആൺകുട്ടികളാ. ഇന്നത്തെ കാലത്ത് നല്ല നിലക്ക് പഠിപ്പിച്ച് പോറ്റില്ലെങ്കിൽ നമ്മളെ കുട്ടികൾ ജീവിതത്തിൽ തോറ്റുപോകും. എന്താ തിരുവനന്തപുരത്ത് ഏതോ ബ്ലേഡാറിന്റെ പൈസയും പറ്റിച്ച് അവിടുന്ന് മുങ്ങി ഇവിടെ കോഴിക്കോട്ട് അങ്ങാടിയിൽ വന്ന് ഞങ്ങൾ കോഴിക്കോട്ടുകാരെ ഞെക്കി പിഴിയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇനി തടിയാൻ പോകില്ല കേട്ടോ. ഇങ്ങോട്ടോ വിക്രം പറഞ്ഞോ? നിങ്ങൾ ചോദിക്കും, ഞാൻ പൈസ തരണം, നിങ്ങൾ ചീത്ത വിളിക്കുമ്പോ അത് കേൾക്കണം, കണക്ക് എഴുതണം, എല്ലാം നടക്കണമല്ലോ. പറയാനുള്ളത് ഈ വിക്രമം പറയും. എന്റെ ഓട്ടോറിക്ഷന്റെ RC ബുക്കും ചെക്കും മുദ്രക്കലാസും ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. പലിശയും പലിശന്റെ പലിശയും പിന്നെ അതിന്റെ പലിശയും കണക്കിന് പോയാൽ പാളയം പച്ചക്കറി മാർക്കറ്റും മാനാഞ്ചേരി സ്റ്റേഡിയം ഗ്രൗണ്ട് എല്ലാം കൂടി കെട്ടിപ്പറ്റി ഇയോട് തിരുവനന്തപുരം കൊണ്ടുപോലോ. നീ തിരുവനന്തപുരം ഏരിയ വിടന്റെ വിക്രമ. നമ്മള് കോഴിക്കോട്ടുകാരും വേണ്ട, നിങ്ങൾ കോഴിക്കോട്ടുകാര് ആരെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണല്ലോ കോഴിക്കോട്ടുകാര്. അതുകൊണ്ടാണല്ലോ വാസ്കോ ഡി ഗാമ ഞാനും ഒക്കെ ഇവിടെ വന്ന് ഇറങ്ങിയത്. സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കാൻ നിൽക്കല്ലേ? എന്നാ ഇത്തിപ്പോഴും ധനതത്വശാസ്ത്രം പറയാം. എക്കണോമിക്സേ തനിക്ക് ആവശ്യം വരുമ്പോ താൻ വരുന്നു, ചോദിക്കുന്നു, ഞാൻ എന്റെ കയ്യിലുള്ള പണം എടുത്ത് തരുന്നു, താൻ അടവ് തെറ്റിക്കുന്നു, എന്നിട്ട് പോക്കൃതലത്തിന്റെ 18ാമത്തെ അടവെടുത്ത് താൻ എന്റെ തലയ്ക്ക് കടിക്കുന്നു. എന്റെ പൊന്നു വിക്രമ, ഞാനേ ഈ കോടികൾ കൊണ്ടും ലക്ഷങ്ങൾ കൊണ്ടും കളിക്കുന്ന ഒരു മുതലാളിയല്ല. ഉള്ള ചില്ലാനും നുള്ളിപ്പെറുക്കി എടുത്ത് വല്ല കച്ചവടക്കാർക്കും തന്നെപ്പോഴർക്കും തന്ന് കിട്ടുന്ന പാരിതോഷികം സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു പാവം മനുഷ്യനാണ്. ഒരു കാര്യം ഞാൻ പറയാം, 10,000 ഉറുപ്പ്യ നാളെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ പണ്ടാറടക്കും. എന്റെ RC ബുക്കും ചെക്കും പേപ്പറും കൂടെ മടക്കി തരാം. ഇല്ലാച്ചാ രണ്ടും കൽപ്പിച്ച ഒരു കളി ഞാൻ കളിക്കും. കുറേ
പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കരണത്തടിച്ച മറ്റേ കരണം കാണിച്ചു കൊടുക്കണമെന്ന്. വല്ലപ്പോഴും ഒരു അടി ഓക്കെ, പക്ഷെ യവന്മാർ അടി നിർത്തണില്ലല്ല. ആട് കരയുടെ പോലെ തോന്നി ചന്തടത്തിയായിരുന്ന. എന്താ ഇരിച്ചേ ഈ വഴിക്ക്? ഉണ്ണിത്താൻ മുതലാളിയെ ഒന്ന് കാണാൻ. ഓ കാണാനല്ല സുധി, ഒരു സോഡ നാരങ്ങ ഉപ്പിട്ടത് തണുത്തതായിക്കോട്ടെ. നിങ്ങക്ക് എന്താ വേണ്ടേ? സോഡാ നാരങ്ങ വേണ്ട. സോഡാ നാരങ്ങ വേണ്ടെന്നാ ഞാൻ പറയാൻ വന്നത്. എന്നാ വേണ്ട. എന്താ വന്നേ? അത് ശാന്തടുത്തേക്ക് ഒരു 10,000 ഉറുപ്പിയുടെ അത്യാവശ്യം. ശാന്തടുത്തേക്ക് കാശോ? എന്റെ ഗിരിജ ഇന്നാളൊരിക്കൽ മോന് ഓട്ടോറിക്ഷ വാങ്ങിക്കാന്നും പറഞ്ഞ് ഇവിടെ വന്നു, കണ്ടു, കീഴടക്കി, കാശ് കൊണ്ടുപോയി. പക്ഷെ അതൊരു ഒരുപ്പോക്കായി പോയി. കാശുമില്ല, പലിശയില്ല. അതുകൊണ്ട് ഇനി ശാന്തനിക്കൊക്കെ കാശില്ല. അയ്യോ, വന്ന് എന്റെ സ്ഥിതി വളരെ മോശമാണ്. ചീത്തവിളി, ഭീഷണിപ്പെടുത്തല്, തിരുവനന്തപുരത്തുകാരനാക്കല്. ഞങ്ങളുടെ മോട്ടോർ ലച്ചയുടെ ബുക്കും കടലാസും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലൊരു മോട്ടോർ ലക്ഷയുടെ ബുക്കും കടലാസും എന്നെ ചീത്ത വിളിച്ചിട്ട് ഇറങ്ങിപ്പോയത്. ശാന്തടുത്ത് ഈ കടലാസൊക്കെ കടലാസ. 1000 ഉറുപ്പ്യ, 500 ഉറുപ്പ്യ, 100 ഉറുപ്പ്യ ഒക്കെ കടലാസ. പക്ഷെ അതിൽ ഈ മഹാത്മാവിന്റെ തലയുണ്ട്. അതാ അതിന്റെ വില. അത് കയ്യിലില്ലേ, നമ്മളൊക്കെ ബുദ്ധിമുട്ടുകാരാ, കഷ്ടപ്പാടുകാരാ. നിങ്ങൾ ഞാനും മാത്രമല്ല, അമേരിക്കക്കാർ വരെ കഷ്ടപ്പാടില്ല, ബുദ്ധിമുട്ടില്ല. സാമ്പത്തിക മാന്യം. എന്തൊക്കെയായാലും ഗിരിജ ഒരു ആവശ്യമായിട്ടോടെ വന്നിട്ട് മുഖം വാടി ഇറങ്ങിപ്പോവാന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. എന്റെ അമ്മയെ പോലെ ഒരമ്മ അപ്പൊ വേദനിപ്പിച്ച് പറഞ്ഞയക്കാൻ പാടില്ല. മുകളിലൊരാളുണ്ടല്ലോ, ഞാൻ തരാം, പക്ഷെ ഗിരിജ ഏറ്റോളണം. അത് ഉണ്ണിത്താൻ മുതലാളിയുടെ മനുഷ്യത്വം എന്ന് മതി. ശാന്തയെടുത്തി ഒരു താഴത്തിന് വെറുതെ കളയുന്നേ. എന്നാ പിന്നെ പോയിട്ട് വാ. ഗിരിജേ, വരുമ്പോ ചെക്കും മുദ്ര കടലാസും കൊടുക്കാൻ മറക്കും. ഉപ്പ് പോരല്ലോടോ. എടോ, ഉപ്പിന്റെ മഹാത്മ്യം മനസ്സിലാക്കാൻ ഉപ്പ് സത്യാഗ്രഹം എന്താന്ന് പഠിക്കാം. ഇനിയാ എവിടെ പോയി കിടക്കുക നാശങ്ങള്. ഇത് എവിടെയായിരുന്നു ഇതുവരെ? കബറടക്കാൻ പോയതായിരുന്നു. കുമാര, അന്റെ തൊള്ളിയിൽ മാത്രല്ലട്ടോ നാവും തോന്നിയ വീടടി അല്ലാന്നോ വലിയൊരു കലട്ട്. കബറടക്കം നിന്റെ തന്തയുടെ. നീ വരാത്തോണ്ട് ഞങ്ങള് എന്റെ റബ്ബേ, വല്ലാത്തൊരു പണി തന്നെ ഇത്. ആൾക്കാരുടെ ആട്ടും തുപ്പും കയറ്റാനുള്ള കോർപ്പറേഷൻ വണ്ടിയാ നമ്മളൊക്കെ. ഇനിയെങ്ങാനും തൊള്ളിളക്കാൻ വന്നാൽ ഈ വേസ്റ്റ് എല്ലാം കൂടി എടുത്തോണ്ട് തൊള്ളിയിൽ ഞാൻ കുത്തിരിക്കും. നിന്റെ പൊന്നു മോളെ, നിനക്ക് പണി പോലീസിലാ നല്ലത്. രാജിമോളെ, ബാഗല്ലേ അത്? നന്നായി. എന്റെ ബിജുവിന്റെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോയ ബാഗല്ല. ഈ വേണം അത്. നല്ല കനുണ്ടല്ലോ. നോക്കട്ടെ, എന്ത് പണ്ടാറ അതിനകത്ത്? അയ്യോ, നല്ല ട്രൗസറും കുപ്പായോ. ഇതെന്റെ ബിജുവിന് പാകാവും. ഇല്ലെങ്കിൽ ഞാൻ പാകാക്കും. ഒരു സാരിയും ബ്ലൗസും കൂടെ കിട്ടിയാലേ നിങ്ങളെ ബിജുവിന്റെ കെട്ടിയാക്കും പാകാവും. എന്ത് കണ്ടാലും വേണം ഈ തള്ള നീർക്കോലി. ഇതിന്റെ നീളത്തിൽ കുറയ്ക്കല്ലടി. എന്റെ ബിജുവിന്റെ പാന്റ്. രാജി, വാ. സൂറ, കേറ്, കേറ്. എന്താ ചേച്ചി? എന്താ? വേഗം കേറ്. എന്താ പോണേ? എന്തടി ഇത്? പറയാം, ഒന്ന് ബഹളം ഉണ്ടാക്കാണ്ടിരിക്കും. ഗുരുവായൂരപ്പ, പൈസ മാറ്റി വേഗം എടുക്ക്. നമുക്ക് ഇവിടെ നിൽക്കണ്ട, വേറെ എങ്ങോട്ടെങ്കിലും മാറാം. സൂറ, വേഗം. 30 ലക്ഷം രൂപ. എന്റെ ഭഗവാനെ, പതുക്കെ പറയും.
ഇവിടെ ഇപ്പൊ നമ്മള് 4 ആളല്ലേ ഉള്ളു. കടലിനെ കാതു വെക്കോ? കടലിനും കാറ്റിനൊക്കെ കാതുണ്ട് കണ്ണുണ്ട് ഒന്നും മിണ്ടായിരിക്കേ. ഇക്കാലം വരെ നമ്മൾ മിണ്ടാതിരുന്നില്ലേ? പൈസക്കാരാകുമ്പോ ഒന്ന് മിണ്ടിയാൽ എന്താ കുഴപ്പം? പൈസക്കാരോ? നമ്മളോ? നമ്മൾ ഈ പൈസയും തമ്മിൽ എന്താ ബന്ധം? എന്താ ബന്ധമെന്നോ? തലമറന്ന് എണ്ണ തേക്കല്ലേ ഗിരിജെ. പണവുമായിട്ട് ബന്ധമാവാൻ ജാഥാപുരത്ത് നോക്കൊന്നും വേണ്ട. പണം നമ്മുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ നമ്മുടെയാ. അത് തന്നെ ബന്ധം. ഇതെന്തോ അപകടം പിടിച്ച കാശാ. നമുക്കിത് കിട്ടിയിട്ടില്ല. അങ്ങനെ പറയേ. കിട്ടിന്ന് നമ്മളിപ്പോ ആരോടും പറയാൻ പോണില്ലല്ലോ. തീർന്നല്ലോ. 30 ലക്ഷം നമ്മൾ 4 ആള് വീതം വെച്ചെടുത്താ എനിക്ക് എന്ത് കിട്ടും? 30 പാതി 15 15 പാതി 7.5. 7.5 ലക്ഷം രൂപ. പിന്നെ നിങ്ങളുടെ ശാന്തടത്തി അല്ലേന്ന് വിചാരിച്ച് 3 ആളും 5 ലക്ഷം വെച്ചെടുത്ത് ബാക്കിയും കൂടെ എനിക്ക് തന്നാ എനിക്കും എന്റെ ബിജുവിന്റെ കുട്ടികൾക്ക് ഒരു ഗതിയാവും. ഇല്ലേ ഗിരിജെ? ശാന്തടുത്തേക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാവാത്തോണ്ടാ ഈ ആക്രാന്തം. എനിക്കിതിന്റെ എല്ലാം മനസ്സിലായി. ഒന്നുമില്ലല്ലോ, വയസ്സിന് മുത്താളല്ലേ ഞാൻ. ഇതൊക്കെ ഗുരുവായൂരപ്പന്റെ ലീലാവിലാസ. ചെന്ന് ചോദിക്കണമെന്നില്ല, കണ്ടറിഞ്ഞ് മുന്നേ കൊണ്ടുതരും. കുശാലിന്റെ കാര്യം ഓർമ്മയില്ലേ? ഭഗവാനെ കാണാൻ ചെന്നിട്ടും അവിൽപ്പതി കൊടുത്തു എന്നല്ലാതെ കഷ്ടപ്പാടൊന്നും പറഞ്ഞില്ല, മടിച്ചു. എന്നിട്ടോ മടങ്ങി വീട്ടിലെത്തുമ്പോ ഭാര്യക്കൊരു കൊടുത്തില്ലേ കുശാലിന്? അത് തന്നെ ഇത് കൃഷ്ണ കുചേലന്മാരുടെ കാലല്ല ശാന്തടുത്തിയെ. നമ്മള് വീട്ടിൽ ചെല്ലുമ്പോ അവിടെ പോലീസാ നിക്കണുണ്ടാവുക. ഉള്ള മനസമാധാനവും സ്വൈര്യവും കളയാൻ നിക്കണ്ട. നമുക്കിത് വേഗം അങ്ങോട്ട് പോലീസിലേൽപ്പിക്കാം. പോലീസിലേൽപ്പിക്കേ? നീ നേരം കളയേണ്ട. ആർക്ക് എത്രയാന്ന് തരത്തിരിച്ച് എന്റെ കാശം കൊണ്ട് താകരുതേ. ഇല്ല ശാന്തടുത്തി, ഇത് നമ്മുടെ ആരുടെ പൈസയല്ല. ഇതിന്റെ പിന്നിൽ എന്താ ഏതാന്നൊക്കെ അറിഞ്ഞു വരുമ്പോഴേക്കും നമ്മൾ അപകടത്തിൽ പെട്ടിട്ടുണ്ടാവും. എത്രയും വേഗം ഇത് ഉത്തരവാദപ്പെട്ടവരെ ഏൽപ്പിക്കാം. കയ്യിൽ കിട്ടിയത് കളയാന്നില്ല ഗിരിജേടത്തിയെ. നമ്മളൊക്കെ ഇനി ഏത് കാലത്ത് നന്നാവുന്ന ജാതി മതം നോക്കാതെ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയതാ ഞാനും ചന്ദ്രേട്ടനും. നല്ലൊരു ചികിത്സ കൊടുക്കാൻ പറ്റിയ നിന്റെ ചന്ദ്രേട്ടൻ എണീച്ച് നടക്കും. നമുക്കിത് എടുക്കുക. ഒരു തെറ്റുമില്ല. പഠിച്ചവനാണെ ഒരു തെറ്റുമില്ല. ചെറിയൊരു വീട് വാങ്ങാൻ പറ്റിയ എനിക്കും മണിക്ക് ഒന്നിച്ച് ജീവിക്കായിരുന്നു. ശരിയാ, നമുക്ക് എല്ലാവർക്കും 100 കൂട്ടം പ്രശ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട്. പക്ഷെ ഈ പണം കിട്ടുന്നതോടെ അതെല്ലാം തീരൂ. കടലോളം ഇല്ലെങ്കിലും മണലോളം എങ്കിലും തീർന്നു കിട്ടുമല്ലോ. വേണ്ട ശാന്തടുത്തി, വേണ്ട. നമ്മളൊക്കെ കുടുംബശ്രീകളാ. ആ ശ്രീ നമ്മളായിട്ട് കളയാൻ പാടില്ല. എന്തെല്ലാം നമ്മൾ ജീവിതത്തിൽ മറക്കാറുണ്ട്, അതുപോലെ ഇതും മറന്നേക്ക്. നമുക്കിത് പോലീസിലേൽപ്പിക്കാം. മറ്റുള്ളവർക്ക് ഇതൊരു മാതൃകയാവും. ലക്ഷക്കണക്കിന് ഉറുപ്പിയ മാതൃകയ്ക്ക് പോയല്ലോ എന്റെ ഭഗവാനെ.